എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വരാനിരിക്കുന്ന PSC പരീക്ഷകളുടെ ലേറ്റസ്റ്റ് സിലബസ് പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖവും സ്രോതസ്സുകളും എന്ന ഭാഗമാണ് ഇന്ന് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഭാഗം 1, ഭരണഘടനാ നിർമ്മാണം. ആദ്യ യോഗം നടന്നത് 1946 ഡിസംബർ 9 താൽക്കാലിക അധ്യക്ഷനായിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. പിന്നീട് സ്ഥിരം അധ്യക്ഷനായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് 1946 ഡിസംബർ 11 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് ഡോക്ടർ BR അംബേദ്കറാണ്. അദ്ദേഹമാണ് നമ്മുടെ ഭരണഘടനയുടെ ശില്പി. ലക്ഷ്യപ്രമേയം 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റുവാണ് അവതരിപ്പിച്ചത്. ഇതാണ് പിന്നീട് ആമുഖമായി മാറിയത്. ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26 ഈ ദിവസം നമ്മൾ ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ഈ ദിവസം നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നു. ഭരണഘടന രൂപീകരിക്കാൻ എടുത്ത സമയം 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ്. ഭാഗം 2, ഭരണഘടനയുടെ ആമുഖം. ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹം അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഈ ആമുഖം കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ആമുഖം ഇതുവരെ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് 1976 42 ഭേദഗതി പ്രകാരമാണ്. ഇതിൽ പ്രധാനമായും കൂട്ടിച്ചേർത്തേക്കുന്ന വാക്കുകളാണ് സോഷ്യലിസവും മതേതരത്വവും അഖണ്ഡതയും. പ്രധാന പ്രസ്താവനകൾ. ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. അതുപോലെ തന്നെ ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. അതുപോലെ തന്നെ ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവയുമാണ്. ഭാഗം 3, വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ. ബ്രിട്ടനിൽ നിന്നാണ് പാർലമെൻ്ററി ഭരണരീതിയും ഏക പൗരത്വവും ദ്വിസഭാ സമ്പ്രദായവും അതുപോലെ തന്നെ റിട്ടുകളും കടമെടുത്തിട്ടുള്ളത്. അമേരിക്കയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ അതുപോലെ തന്നെ രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാനുള്ള അധികാരവും കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. അയർലൻഡിൽ നിന്ന് നിർദ്ദേശക തത്വങ്ങളും രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്ന രീതിയുമാണ്. അതുപോലെ തന്നെ കാനഡയിൽ നിന്ന് ശക്തമായ കേന്ദ്രമുള്ള ഫെഡറൽ സംവിധാനവും അവശിഷ്ട അധികാരങ്ങൾ കേന്ദ്രത്തിന് നൽകുന്നതുമാണ് കടമെടുത്തിട്ടുള്ളത്. ഓസ്ട്രേലിയയിൽ നിന്ന് സംയുക്ത പട്ടികയും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനവുമാണ്. അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്ന രീതിയുമാണ് കടമെടുത്തിട്ടുള്ളത്. റഷ്യയിൽ നിന്ന് മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതികളുമാണ്. അതുപോലെ തന്നെ ഫ്രാൻസിൽ നിന്ന് റിപ്പബ്ലിക് എന്ന ആശയവും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയുമാണ്. അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് ഭരണഘടനാ ഭേദഗതി പ്രക്രിയയാണ്.